ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തെല്ലാം എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഇതിപ്പോൾ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. രാവിലെ മുതൽ ഈവനിങ് വരെ ഉണ്ട് കേട്ടോ, രാത്രി വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എന്നുള്ള കണ്ടോക്കെ. ഇതിപ്പോൾ രാവിലെ ഒരു 9-10 മണിയെല്ലാം ആയിട്ടുണ്ട്. അന്നേരം ഞാനിത് അടിച്ച് വരെ തുടക്കാനെല്ലാം വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളും പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അവർ കളിക്കുന്നതാണ് പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ വേഗം ക്ലീനിങ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് അടിച്ച് വരലും തുടക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡും ആക്കിയിട്ട് നമുക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കഴിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഇണറുള്ള മത്തിയാണ്. അപ്പോൾ അത് കറി വെച്ചതും പൊരിച്ചതും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു, പിന്നെ വറവും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ വണ്ടി കഴുകാൻ നമുക്കെന്ന് പറഞ്ഞ് ബാസിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഗുൾഫ് കൊണ്ടുവന്നിട്ടുണ്ടേന്. അതും കഴിച്ച് പിന്നെ നമ്മളിതാ വണ്ടി കഴുകാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നിച്ചിട്ട് നമ്മൾ വണ്ടി പോകും കേട്ടോ. വല്ലാണ്ട് ഇപ്പം ഇറങ്ങിയിട്ട് കാണുമ്പോൾ അങ്ങനെ കഴുകുക കഴുകാനല്ലോ. അപ്പോൾ പിന്നെ ഇതാ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേനു. പിന്നെ ബാസിക്കാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കുക, അങ്ങനെ നേരം മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്നുള്ളതിലത്ത് അങ്ങനെ കുളിക്കാണ്ട് അങ്ങനെ നിന്നേനെ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ഇറങ്ങണേ. നമ്മൾ പ്രത്യേകിച്ച് എടിയില്ല കേട്ടോ, എടിയെങ്കിലും അങ്ങനെ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. പിന്നെ കുറച്ച് സാധനമെല്ലാം മേടിക്കാനുണ്ടേനു ഇരുട്ടിക്ക് പോയിട്ട്. അപ്പോൾ പിന്നെ അതിനൊക്കെ എന്തായാലും ഇറങ്ങണം. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് നല്ല വെയിലുള്ള ദിവസമേനു, അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുന്ന കേട്ടോ. ഞായറാഴ്ച ഞാൻ എവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഒരു എന്തോ ഒരു പോലെയല്ലേ, എപ്പോൾ പുറക്കിരിക്കുമ്പോൾ ഒരു ദിവസം എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ, അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലും എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3 മണിയെല്ലാം ആകുമ്പോഴത്തേക്കിനെ ഇറങ്ങിയിട്ടുണ്ടേനു. നല്ല വെയിലുള്ള ദിവസേനു, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ മഴയൊന്നും ഇല്ലല്ലോ, നല്ല വെയിൽ തന്നെയല്ലേ അല്ലേ. അധിക ദിവസവും മഴക്കാലം എന്ന് പറയുകയേ ഇല്ലല്ലോ അല്ലേ ഇപ്പോൾ. പിന്നെ ഇത് നമ്മളെല്ലാം കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ബാസിക്കാൻ്റെ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു, കളർ റോഡ്. എന്നിട്ട് അവിടുന്ന് എന്തോ സാധനം എടുക്കാനുണ്ട്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോകുന്ന കേട്ടോ. പിന്നെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ പോകും. എവിടെയാണെന്ന് ഇപ്പം പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ, നമുക്ക് അങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ 1-2 സ്പോട്ടുണ്ട്. നമ്മൾ സ്ഥിരമല്ല, ഇടയ്ക്കിടെ ഇങ്ങനെ പോവുകയെല്ലാം ചെയ്യുന്ന കുറച്ച് സ്ഥലം ഉണ്ടാവുമല്ലോ അടുത്ത്, ലോക്കലായിട്ട് പോകാൻ പറ്റുന്ന, പെട്ടെന്ന് പോകാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത യാത്ര, ഇങ്ങനെ പോക്കന്നെ എത്തുന്നിട്ട് ചവിട്ടും അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചിട്ട് നമ്മൾ എന്നിട്ട് പോന്നാൽ ലാസ്റ്റ് നമ്മൾ ആറിലത്ത് പോകാമെന്നും പറ്റാം കേട്ടോ ഇറങ്ങിയിട്ടുണ്ട്. അതിന് നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്, ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അരമണിക്കൂർ ഇല്ലാന്ന് തോന്നുന്നത്, ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലേ. അപ്പം അങ്ങനെ ഇതാ പോയി. പിന്നെ ഇതാ ആറിലത്തെത്താനായി കേട്ടോ. ആറിലത്തെത്താനാകുമ്പോഴുള്ള പുഴയായി ആറിലം പുഴ കേട്ടോ. നല്ല വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം നമ്മളിങ്ങനെ പറയുന്ന പിന്നെ മഴ പെയ്യുവാളി അങ്ങ് എത്തുമ്പോഴത്തേക്ക് നല്ല മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലേ, നല്ല കാലാവസ്ഥയാണ്, നല്ല വെളിച്ചവും നല്ല. ഒന്നാമത് ഇതൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ ആണ്, ഫാം അങ്ങനെ ഒരു കാടാണ് മൊത്തത്തിൽ. അപ്പോൾ പിന്നെ ഇരുടെല്ലാം ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ, നല്ല വെളിച്ചെല്ലാം വേണേ. അപ്പോൾ ഇത് പോകുന്ന ഏരിയയിൽ പോകുന്ന റോഡ് നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിൽ ആണെങ്കിലും പിന്നെ നല്ലൊരു ഫീലാണ്, എന്താ പറയുക, ഒരു ഒച്ചപ്പാടും ബഹളവും പിന്നെ അധികം വണ്ടിയും ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ, അത്ര തന്നെ. അപ്പോൾ പിന്നെ ഇതാ അങ്ങനെ പോയി നമ്മളവിടെ എത്തിയേ. നല്ല രസമുണ്ടായിരുന്നു പോകാനെല്ലാം. പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇടയ്ക്കൽ ഇങ്ങനെ ഇറങ്ങുന്നത്. നമ്മളിടയ്ക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലുണ്ട്, എന്നാൽ പിന്നെ മൊത്തത്തിലൊരു രസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരേ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര മടുപ്പാന്നേ, കുട്ടികളെയും നോക്കി ഇതന്നെയല്ലേ പണി. പിന്നെ ഇടയ്ക്കലിങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി പിന്നെ മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ഇത് മൊത്തത്തിലൊരു കാട് പോലത്തെ സ്ഥലമായതുകൊണ്ട് പിന്നെ ഭയങ്കര ഇരുടായിരിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെളിച്ചമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാനേ പറ്റൂല കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു, എന്നാലും നല്ല സമാധാനമുള്ള ഒരു സ്ഥലം കേട്ടോ. വന്നിട്ട് ഇരിക്കാനെല്ലാം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കും വെക്കുന്നുള്ള സമാധാനം ഇല്ലെന്ന് കേട്ടോ. അങ്ങനെയല്ല, പിന്നെ നമുക്ക് ഉള്ളിൽ തന്നെയെല്ലാം നിൽക്കുമ്പോണ്ടല്ലോ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലേ. എവിടെയെങ്കിലും ഇല്ല, എവിടെയെങ്കിലും അടുത്തെങ്കിൽ പോയാൽ മതി, പക്ഷെ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ ഒരു അനങ്ങാണ്ട് അവിടെ പോയിട്ട് എന്താ പറയണ്ടേ, അധികം ഒച്ചപ്പാടും ബഹളവും ടൗണും ഒന്നും അല്ലാത്ത സ്ഥലത്ത് പോയിരിക്കാൻ നല്ല രസമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ ഉള്ളോട്ടുള്ളോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്, അധികം റഷൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇതാ ഞാൻ എവിടെ പോകുമ്പോൾ ഡ്രസ്സ് എടുത്ത് വെക്കും കേട്ടോ കുട്ടികളെ, കാരണം എന്തെങ്കിലും കുറച്ച് വെള്ളമെല്ലാം ആയി കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴും മാറ്റണേ. അപ്പോൾ അതുകൊണ്ട് നോർമലി ഡെയിലി വെയർ അങ്ങനെ എടുത്തിട്ട് വണ്ടിയിലവിടെ വെക്കുക. അപ്പോൾ ഇത് അങ്ങനെ എടുത്തിനേനു ഡ്രസ്സ്, അതുകൊണ്ട് തന്നെ അവർ കാണുകയും ചെയ്തിന്. അതുകൊണ്ട് തന്നെ അവരവിടെ എത്തുമ്പോൾ തന്നെ പറഞ്ഞ് നമുക്ക് കളിക്കണം വെള്ളത്തിലെന്നേ.
പിന്നെ അപ്പോൾ ഇതാ അധികം വെള്ളമൊന്നും ഇല്ലാത്തടത്ത് ഇങ്ങനെ ഇവിടെ ഇരുത്തി കൊടുത്തിട്ടുള്ള അവിടെ തീരെ വെള്ളമില്ല. അവർ പറയുന്നുണ്ട് ഇവിടെ വെള്ളമില്ല, ബക്കറ്റിലായിട്ട് ഇരുന്ന പോലെയേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷെ വിട്ടിട്ടില്ല കേട്ടോ. കാരണം എടിയാ എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. പിന്നെ ഭയങ്കര ടെൻഷനാണ് എനിക്ക് വെള്ളത്തിലെല്ലാം ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ മുമ്പിൽ തന്നെ ചെറിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഇരുന്നിട്ട് തന്നെ അധികം വെള്ളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആടെ ഒന്ന് കളിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടാണ് ഉള്ളത്. അപ്പം നമ്മളും അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന്, കുറേ സമയമൊന്നും വിട്ടിട്ടില്ല കേട്ടോ. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അവരവിടെ അങ്ങനെ കളിച്ചേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു പോയിട്ട്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുമല്ലേ, നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ അടുത്തടുത്ത് പോകുന്ന ചെറിയ സ്പോട്ടിൽ പെട്ടേട്ടെ ഇതെല്ലാം. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ടേ, പിന്നെ എടുക്കാൻ കേട്ടോ പറയാൻ നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. അതും നല്ല രസമാണ്, ആദ്യം പോയി ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഇതന്നെ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കാം. നമുക്ക് വൈകുന്നേരമെല്ലാം നല്ല കാറ്റെല്ലാം കൊണ്ട് പിന്നെ എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നല്ല സ്പേസും ഉണ്ട്, പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളെല്ലാം കളിക്കുമ്പോഴെല്ലാം നമുക്കിങ്ങനെ അവിടെ നിൽക്കുക. അവർ വേറെ എവിടെയും പോകില്ല, അവർക്ക് കളിക്കാനും സ്ഥലം ഉണ്ടാവും, നമുക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം. അങ്ങനെയെല്ലാം നല്ല കേട്ടോ. ഫുഡെല്ലാം എടുത്തിട്ടെല്ലാം നമ്മൾ പോക്കുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലേ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് കളിച്ച് അവർ കുട്ടികൾ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാട്ടോ. അപ്പോൾ അവരെല്ലാം അങ്ങനെ അവിടെ ഇതാ കളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് പോക്കാന്നേ. ഇനിയിപ്പോൾ ഒന്ന് ഇരുട്ടിക്ക് സാധനം മേടിക്കണം, പിന്നെ നമുക്ക് ചായ കുടിക്കണം, അത്രയെല്ലാം തന്നെയുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. മഗ്‌രിബെല്ലാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. പിറ്റേന്ന് സ്കൂളെല്ലാം ഇല്ലല്ലേ, സ്കൂളും മദ്രസയും എല്ലാം ഇല്ല തിങ്കളാഴ്ച. അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കാനൊന്നും കഴിയില്ല, പോയിട്ട് വേണം കുട്ടികളെല്ലാം ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ കുറച്ച് മാങ്ങ മുറിച്ചിട്ട് എടുത്തിനേനുവേ, എന്തെങ്കിലും ഫ്രൂട്ട്സാ വേറെ എന്തെങ്കിലും ഞാൻ എടുക്കുമായിരിക്കും പോകുമ്പോൾ, കുട്ടിക്ക് വിശക്കുമല്ലോ. അപ്പോൾ അവിടെ പെട്ടെന്ന് ഷോപ്പൊന്നും ഇല്ല എന്തായാലും ഒന്നും മേടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് എടുത്തോണ്ട് വലിയ ഉപകാരമായി. അപ്പോൾ അവർ ഫുഡെല്ലാം കഴിച്ച് അവർ കയറി വിശന്നുകൊണ്ട് അവരെന്നെ വേഗം പെട്ടെന്ന് കയറി എടുത്ത് കഴിച്ചിനേനു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ പിന്നെ തിരിച്ച് പോക്കാട്ടാ. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി, കാരണം അധികം വണ്ടിയോ ആളോ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരും ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ട് വണ്ടിയിൽ നിന്ന് എടിയോ പോകുന്ന പോലെ അവർ ഭയങ്കരമായിട്ട് ബേക്കിൽ നിന്ന് ഇതാ ഗ്ലാസ്സെല്ലാം താത്തിയിട്ട് അങ്ങനെ നിന്ന് കാറ്റ് കൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് എത്തിയേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ചായ എല്ലാം കുടിച്ച് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ തലാലിലേക്ക് കേട്ടോ വന്നിട്ടുണ്ട്. അതിന് തലാലിൽ വന്നിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നേ. എല്ലാം വിഷം തന്നെ ഞാൻ നോക്കിയേ. ആദ്യമില്ലേ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഇല്ലേ, അതിൻ്റെ അടുത്ത് പോയിട്ട് ആ ഫ്രീസറിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നതിനുവേ ഇത് ഇതിലത്തെ ഏതാ വിഷമാന്ന് ചോദിക്കുന്നതിനുവേ ഞാനോണ്ട് ഇതെല്ലാം വിഷമാടാ, ഇതെല്ലാം കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് വെച്ചേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ പോയി നിന്നിട്ട് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതെല്ലാം സാധനമെല്ലാം മേടിച്ച് പിന്നെ തിരിച്ചിട്ട് നമ്മൾ പോകുന്നതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക, സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലേ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ടെല്ലാം കാണുന്നവരെ ബൈ.